മോഹൻലാലോ മമ്മൂട്ടിയോ കുഞ്ചാക്കോ ബോബനോ ദുൽഖർ സൽമാനോ പ്രണവ് മോഹൻലാലോ ഒരു പരിപാടിക്ക് വരാമെന്ന് ഏറ്റ് ജനം തടിച്ചുകൂടി. അപ്പോൾ കേൾക്കുന്നു അവർ വരുന്നില്ല അല്ലെങ്കിൽ വന്നില്ല എന്ന് അറിയുന്ന നിമിഷം ജനം പ്രകോപിതരാകും, വേറെ ചിലർ ചീത്ത വിളിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു സംഭവം നടന്നു. മോഹൻലാലും ദുൽഖർ സൽമാനും വന്നില്ല. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഒരു ഭ്രാന്താണ്. സിനിമയും രാഷ്ട്രീയവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് പറയുമെങ്കിലും കൂടുതൽ പേര് ഇടിച്ചു കയറുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആദ്യകാലത്തൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ചില നേതാക്കന്മാർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ജനം തടിച്ചുകൂടിയിരുന്നു. മഹാത്മാഗാന്ധി വരുന്നു കേട്ടപ്പോൾ എന്തെല്ലാം ത്യാഗം സഹിച്ചവരാണ് ഇവിടുത്തെ. വാരിക്കോരി സ്വർണം കൊടുത്തു, എല്ലാം കൊടുത്തു, നാടിനെ നന്നാക്കാൻ ഒരേ ഒരാൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം. പിന്നെ അപൂർവം ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ വരുന്നു, സംസാരിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും രണ്ടല്ല ഒന്ന് എന്ന രീതിയിൽ അതൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് എല്ലാത്തിലും വെള്ളം ചേർക്കുകയാണെങ്കിലും അണുക്കളില്ലാത്ത വെള്ളമായിരിക്കണം ചേർക്കേണ്ടത്. പക്ഷേ രാഷ്ട്രീയത്തിലെ വെള്ളം അണുക്കളുള്ള വെള്ളം ചേർത്തുകൊണ്ട് മലീമസമാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഉന്നതൻ പങ്കെടുക്കുന്നു പറഞ്ഞാലും ജനം തടിച്ചുകൂടാറില്ല എന്നുള്ളൊരു സത്യം മാത്രമാണ്. ഏത് ഉന്നതനായ നേതാവിൻ്റെ വാക്ക് നീ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നൊരു തലമുറയാണ് ഇപ്പോൾ കൊണ്ട് നടക്കണം. അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖം. സിനിമയും മറ്റൊരു മുഖമാണ്. സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഓടിക്കൂടുന്ന ജനങ്ങൾ. നമ്മളൊക്കെ കാണില്ലേ ചില ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം, സ്വർണ്ണക്കട ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഈ വമ്പന്മാരെയാണ് കൊണ്ടുവരിക. ലക്ഷങ്ങളും കോടികൾ വരെ കൊടുത്തുകൊണ്ടാണ് ഒരു 1-2 മണിക്കൂറിന് കൊണ്ടുവരിക. അവിടെ ജനം അങ്ങനെ തടിച്ചുകൂടെ കണ്ടിട്ടില്ലേ? അങ്ങനെ തടിച്ചു കൂടുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവർ വരാതിരുന്നാലോ. പക്ഷെ അവിടേക്ക് ഇവർ തീർച്ചയായിട്ടും വരും. കാരണം ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അവിടെ തീർച്ചയായിട്ടും വരും. അങ്ങനെ വന്നില്ല എന്ന് വിചാരിക്കുക, ജനം ഇളകി മറിയില്ലേ? അങ്ങനെ ഇളകി മറിഞ്ഞ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലും ദുൽഖർ സൽമാനും ഈ അടുത്ത സമയത്ത് വിചാരിച്ച സ്ഥലങ്ങളിൽ എത്തുമെന്ന് പുതിയ സ്ഥലങ്ങളിൽ എത്തിയില്ല. അവിടെ ജനം തിരിഞ്ഞു. എന്താണെന്നറിയാമോ? നമുക്കെല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുന്നില്ല. ഈ എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മളൊരു പ്രശ്നത്തിനും പോകുന്നില്ല. ഇവിടെ ഒരു തുലാസിൽ മോഹൻലാൽ, മറ്റൊരു തുലാസിൽ ദുൽഖർ സൽമാൻ. ഈ 2 പേരാണ് ഇപ്പോൾ വിചാരണ ചെയ്യപ്പെട്ടത്. ഈ വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നു, അറിയാവുന്നത് കൊണ്ട്. 2 പേരും നിരപരാധികളാണ്. 2 പേർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ കാരണം? ഒന്ന്, ദുൽഖറിൻ്റെ കാര്യം പറയാം. ദുൽഖർ മലയാള സിനിമയിൽ ഇപ്പോൾ കുറവാണ് അഭിനയിക്കുന്നത്. അതേ സ്ഥാനത്ത് തെലുങ്ക് സിനിമയിലുണ്ട്. തെലുങ്കിലൊരു ഹരമായി വളർന്നു വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ഫാൻസും ഉണ്ടാവുകയെ. ഈയിടെയായിട്ട് ദുൽഖർ സൽമാൻ അഭിനയിച്ച തെലുങ്ക് സിനിമയുടെ ലക്കി ഭാസ്കറിന് 4 അവാർഡ് ലഭിച്ചു. അതിൽ 1 അവാർഡ് ദുൽഖറിനാണ്, സ്പെഷ്യൽ ജൂറി അവാർഡ്. തെലുങ്കിൻ്റെ സിനിമ തന്നെ കളർഫുള്ളാണ്. അപ്പോൾ പിന്നെ ആഘോഷവും അതിനേക്കാൾ കളർഫുള്ളായിരിക്കും. അങ്ങനെ അവാർഡ് ദാന പരിപാടിക്ക് ദുൽഖർ വരുന്നുണ്ട്. ദുൽഖറിനെ സ്വീകരിക്കാൻ ഫാൻസും മറ്റും തയ്യാറായി നിന്നു. അവസാന നിമിഷം അറിയുന്നു ദുൽഖർ പങ്കെടുക്കുന്നില്ല, അവാർഡ് വാങ്ങാൻ വരുന്നില്ല. പകരം ഫേസ്ബുക്കിൽ നന്ദി അറിയിച്ചുകൊണ്ടൊരു കുറിപ്പായിട്ടിരിക്കുന്നത്. ജനം ഇളകി എന്ന സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ പറഞ്ഞപ്പോൾ
ചിലരൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോയി. ശരിയാണല്ലോ, എന്താ സത്യാവസ്ഥ? ദുൽഖറിന് സിനിമ വേണോ, തൻ്റെ ഫാദർ വേണോ, തൻ്റെ വാപ്പ വേണോ എന്ന് ചോദിച്ചാൽ വാപ്പ മതി എന്നാണ് ദുൽഖർ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം, മമ്മൂട്ടി അസുഖബാധിതനായി ചെന്നൈയിലാണ്. അതും ദുൽഖറിൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ മുഴുവൻ സമയവും ദുൽഖറുണ്ട്. തന്നെ ചെറുപ്പത്തിലെ എങ്ങനെയൊക്കെയാണ് കൊണ്ടു നടന്നിരുന്നത് അതേപോലെ തന്നെ ദുൽഖർ ഇപ്പോൾ സ്വന്തം വാപ്പയെ കൊണ്ടു നടക്കുക, ശുശ്രൂഷിച്ചുകൊണ്ട്. ഒരു നിമിഷം പോലും അവിടുന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവാർഡ് വാങ്ങാൻ പോകാൻ മമ്മൂട്ടി നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴും പറഞ്ഞത് എന്താ? എനിക്ക് അതല്ല വലുത്, എനിക്കെൻ്റെ വാപ്പയാണ് വലുത്, എൻ്റെ വാപ്പച്ചിയാണ് വലുത് എന്നാണ് ദുൽഖർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദുൽഖർ ആ പരിപാടി പോയി അവാർഡ് വാങ്ങാതിരുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അച്ഛനോടും അമ്മയോടും സ്നേഹവും ആരാധനയും ഉള്ളൊരു മകൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ? ഇനി ലാലിനെ കുറ്റപ്പെടുത്തി, എന്നാലും ലാൽ വന്നില്ലല്ലോ, തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ലാലിന് പേരിട്ട അങ്കിള്, ലാലിൻ്റെ എല്ലാ വളർച്ചയിലുണ്ടായ ആള് എന്ന് പറഞ്ഞിട്ടാണ് ലാലിനെ കുറ്റപ്പെടുത്തി. എന്താ കാര്യം? ഈ അടുത്തിടെ ലാലിൻ്റെ അമ്മാവൻ മരിച്ചു. മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ അവിടെ അവർ താമസം, കുടുംബസമേതം. അവിടെ അവർക്കൊരു ഫ്ലാറ്റും മുഴുവൻ ഉണ്ട്. അവിടെ സേവിച്ചുകൊണ്ടാണ് ആ അമ്മാവൻ ഈയിടെ മരിച്ചു. മോഹൻലാൽ സ്ഥലത്തുണ്ടായില്ല. സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യയിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ലാലു വരുമായിരുന്നു എന്ന് മുൻകാല ചരിത്രവും തെളിയിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിദേശത്ത്. ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിദേശത്ത് നിന്ന് പെട്ടെന്ന് പോരാൻ പറ്റില്ല. ആ യൂണിറ്റ് പ്രശ്നം കൊണ്ട് എന്തിനാ സിനിമയുടെ കാര്യം എടുക്കുന്നു? നമ്മുടെ ആദ്യകാല ആ നടീനടന്മാരെ, നാടക നടീനടന്മാരുടെ കാര്യം എടുത്ത് നോക്കുക. അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് വാർത്ത വരുമ്പോൾ, ഫോൺ വരുമ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കുറേ പേരുടെ ചോറാണ് നാടകം. ആ നാടകം കളിക്കാൻ സ്ഥലം, കണ്ണീര് തുടച്ച് ചങ്കിൽ എല്ലാ ദുഃഖങ്ങളും വേദനകളും ഒതുക്കിക്കൊണ്ട് അവർ സ്റ്റേജിൽ അഭിനയിക്കുന്നു, ചിരിപ്പിക്കുന്ന ഒരാളെ ചിരിപ്പിക്കുന്നു. ഇതൊക്കെ ചരിത്രമാണ്, അനുഭവങ്ങളാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള രാജ്യത്ത്, വിദേശ രാജ്യത്ത് മോഹൻലാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോരാൻ പറ്റില്ല. അത് ആര് മരിച്ചാലും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ലാല് തിരിച്ചിവിടെ വന്നു. ലാലു വന്നു, ഇവിടെ ചെന്നു, കണ്ടു, സംസാരിച്ചു, ദുഃഖം രേഖപ്പെടുത്തി. ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും കുറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്തി വേദനിപ്പിച്ച് ആഹ്ലാദിക്കാനും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും.